WordPress സൈറ്റിൻ്റെ ബാക്കപ്പ് ഇമ്പോർട്ട് ചെയ്ത് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സൈറ്റിൽ കയറുമ്പോൾ ഇതുപോലൊരു ഇൻറ്റേർണൽ സെർവർ എറർ കോഡ് 500 ലഭിക്കുന്നുണ്ടോ? അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഹോസ്റ്റിംഗ് പ്ലാൻ അനുസരിച്ച് എററിൻ്റെ അപ്പിയറൻസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് HT ആണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ എറർ വരാം. ഈ സൈറ്റിൻ്റെ കാര്യത്തിൽ അത് HTSS ഫയലിലെ തകരാറ് മൂലമായിരുന്നു. അപ്പാച്ചി സെർവർ ഉപയോഗിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ഫയലാണ് HTSS. ഇനി എങ്ങനെ ഈ എറർ പരിഹരിക്കാമെന്ന് നോക്കാം. ആദ്യം ഫയൽ മാനേജർ കയറി പബ്ലിക് HTML ഫോൾഡറിലേക്ക് പോവുക. അതിൽ HTSS ഫയൽ കാണാൻ സാധിക്കും. ഒരു മുൻകരുതലിനായിട്ട് ആ ഫയലിനെ HTSS ഓൾഡ് എന്നോ ബാക്കപ്പ് എന്നോ റീനെയിം ചെയ്യുക. ഇനി പുതിയൊരു HTSS ഫയൽ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേർഡ്പ്രസ് ഡോക്യുമെൻറ്റേഷനിലേക്കുള്ളതാണ്. അതിൽ കയറിയിട്ട് ഈ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ കോപ്പി ചെയ്ത് പുതിയ HTSS ഫയലിലേക്ക് പകർത്തുക. ശേഷം സേവ് ചെയ്യുക. ഇനി എറർ പോയോ എന്ന് നോക്കാനായിട്ട് സൈറ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. എറർ പോയെന്ന് ഉറപ്പായാൽ പഴയ HTSS ഫയൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടി അവസാനമായി ചെയ്യാനുണ്ട്. വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് പെർമാലിങ്സിലേക്ക് പോവുക. അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സേവ് ചേഞ്ചസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വേറൊന്നും ചെയ്യേണ്ടതില്ല. HTSS ഫയൽ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവഴി നിങ്ങളുടെ സൈറ്റിന് ആവശ്യമായ എല്ലാ കോൺഫിഗറേഷനും അതിലുണ്ടെന്ന് ഉറപ്പെടുത്താനും സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ സന്തോഷം. നന്ദി.